റൂട്ട് കനാൽ തെറാപ്പിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ഈ രഹസ്യം ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ് ഡോക്ടർ അലിയൻ പേഴ്സണൽ ക്ലിനിക് മേലാറ്റോ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കെല്ലാം അറിയാം, റൂട്ട് കനാൽ തെറാപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ദന്തശാസ്ത്രത്തിൽ പല്ലിനെ രക്ഷിക്കാൻ ഉള്ള ഏറ്റവും നല്ല ചികിത്സാ രൂപമാണ്. അത് സംബന്ധമായിട്ട് സാധാരണക്കാർക്കും ഈവൻ ചില ഡെന്റിസ്റ്റുകൾക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. എന്താണ് ആ രഹസ്യം? ഇത് നിങ്ങൾക്കറിയില്ല, ഇത് നിങ്ങൾ കേട്ടിട്ടില്ല, ഇത് നിങ്ങൾ കേൾക്കാനുള്ള സാധ്യതയില്ല. ഒരുപാട് വർഷത്തെ അനുഭവത്തിലൂടെ അറിഞ്ഞ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ഇത് അറിയാത്ത ദന്ത ഡോക്ടേഴ്സ് വരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അറിയാത്ത പല്ല് ഡോക്ടേഴ്സ് വരെ ഉണ്ട്. നമുക്കെല്ലാം അറിയാം, റൂട്ട് കനാൽ ചെയ്താൽ അത് പെർമനന്റ് റെസ്റ്റോറേഷനായ കവർ നമ്മൾ ചെയ്തിരിക്കണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എവിടെ റൂട്ട് കനാൽ ചെയ്തോ അത് ക്രൗൺ ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം. കവർ ചെയ്യാത്ത ഒരു റൂട്ട് കനാൽ തെറാപ്പിയും നിലനിൽക്കില്ല. കാരണം ടൂത്ത് കാലഘട്ടങ്ങൾ കൊണ്ട് റൂട്ട് ട്രീറ്റഡ് ടൂത്ത് RCT കഴിഞ്ഞ പല്ല് കാലങ്ങൾ കൊണ്ട് അത് സ്ട്രെങ്ത് വീക്കായി മാറും. അതുകൊണ്ട് കടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനും ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കവർ ചെയ്യൽ ഇറ്റ് ഈസ് എ പെർമനന്റ് റെസ്റ്റോറേഷൻ. നിർബന്ധമായിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കണം. RCT എന്ന് പറയുന്നത് കവറോട് കൂടിയിട്ടാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത്, കവർ ചെയ്ത പല്ല് റൂട്ട് കനാൽ ആവശ്യമുണ്ടോ? ഒരു പല്ല് കവർ ചെയ്യാൻ നമുക്ക് റൂട്ട് കനാൽ ചെയ്യണമെന്ന് ആവശ്യമുണ്ടോ? ഉത്തരം നിങ്ങളുടേതാണ്. ഈവൻ പല്ല് ഡോക്ടേഴ്സിനോടും കൂടിയാണ് ചോദ്യം. ഇവിടെ വേണമോ വേണ്ടയോ, അതാണ് എൻ്റെ ചോദ്യം. അപ്പോ ഒരു പല്ല് കവർ ചെയ്ത പല്ല് അത് കംപ്ലൈന്റ് ആയിട്ട് അഡ്രസ് ചെയ്ത ഡെന്റൽ സർജൻസിന് അറിയാം, അത് രണ്ടാമത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒടിഞ്ഞിട്ടാണ് അത് വരുന്നത്. അതിന്റെ കാരണം എന്താണ്? ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്താൽ അത് നിലനിൽക്കാൻ, റൂട്ട് കനാൽ ചെയ്ത പോർഷൻ നിലനിൽക്കാനുള്ള സാധ്യം 10 മുതൽ 13 വർഷം വരെയാണ്. 10 മുതൽ 13 വർഷം വരെ. അപ്പോ ചില കണ്ടീഷനിൽ നമ്മൾ RCT ചെയ്യൽ നിർബന്ധമാണ് റൂട്ട് കനാൽ ചെയ്യാതെ. ഉദാഹരണത്തിന് തേഞ്ഞുപോയ പല്ലുകൾ, പൊട്ടിപ്പോയ പല്ലുകൾ, ഒടിഞ്ഞുപോയ പല്ലുകൾ, ജീവൻ നഷ്ടപ്പെട്ട പല്ലുകൾ, ഇതെല്ലാം റൂട്ട് കനാൽ നിർബന്ധമാണ്. പക്ഷേങ്കിൽ കവർ ചെയ്ത പല്ല് RCT ഇല്ലെങ്കിൽ അത് 10 മുതൽ 15 വർഷം വരെ നിൽക്കും. 10 മുതൽ 15 വർഷം വരെ നിൽക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞിട്ട് കവർ ചെയ്യൽ നിർബന്ധമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യാതെ നമ്മൾ കവർ ചെയ്താൽ എത്ര വർഷം നിൽക്കും? എത്ര വർഷം നിൽക്കും? 10 മുതൽ 15, 15 മുതൽ 20? നോ, മിനിമം 15 വർഷം നിൽക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് റൂട്ട് കനാൽ ചെയ്യാതെ കവർ ചെയ്യുന്നതാണോ, റൂട്ട് കനാൽ ചെയ്തിട്ട് കവർ ചെയ്യുന്നതാണോ നല്ലത്? ഉത്തരം വെരി സിമ്പിൾ. റൂട്ട് കനാൽ ചെയ്യാതെ കവർ ചെയ്യുന്നതാണ്. അപ്പോ റൂട്ട് കനാൽ ചെയ്യാതെ നമ്മൾ ഒരു പല്ല് കവർ ചെയ്തു, അതിന്റെ ലാസ്റ്റിംഗ് ഏറ്റവും കൂടുതലാണ്. പക്ഷേങ്കിൽ എല്ലാ പേഷ്യൻസിലും പറ്റില്ല എന്നുള്ളതാണ്, എല്ലാ പേഷ്യൻസിലും സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ RCT എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്, RCT ചെയ്ത പല്ലുകൾക്ക് കവർ ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ കവർ ചെയ്യാൻ RCT ഒരിക്കലും
നിർബന്ധമല്ല. ഒന്നുകൂടി പറയാം, കവർ ചെയ്ത പല്ലുകൾ RCT ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ റൂട്ട് കനാൽ ചെയ്യാതെ ഒരു ക്രൗൺ ഇട്ട് കൊടുത്താൽ അത് സംബന്ധമായി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട് എന്ന് സസ്പെക്ട് ചെയ്യുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? റൂട്ട് കനാൽ ചെയ്തേ മതിയാവൂ. ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ? പല്ലിന് കവറിട്ട് കൊടുക്കാവൂ. താങ്ക് യു. ഐ എം ഡോക്ടർ അലി, അയ്യരും റാഷണൽ ക്ലിനിക്, മേലാറ്റൂർ. പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. യെസ്, അതുവരെ ബൈ.